നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് ശേഷം പാർട്ടിയിൽ പിളർപ്പ് അതിശക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, അതിശി മാർലേനെ മുഖ്യമന്ത്രിയാക്കാൻ കെജ്രിവാൾ എടുത്ത തീരുമാനത്തെ അന്ന് ആം ആദ്മി നേതാക്കൾ നഖശിഖാന്തം എതിർത്തിരുന്നു. കെജ്രിവാൾ ചെയ്യുന്നത് വിഡ്ഢിത്തരമാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ഭാവിക്ക് കൊടുക്കുന്ന തെറ്റായ സന്ദേശമാണിത് എന്ന് അന്ന് നിരവധിയായ പ്രഗത്ഭരായ നേതാക്കൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. സംഭവിച്ചതോ അതുതന്നെ വന്നു എന്നുള്ളതാണ്. 14 മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് കൃത്യമായി കാതലായി കോൺഗ്രസ് കാരണമായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. അതിന് കൃത്യമായ കണക്കുകളുമുണ്ട്. കാരണം BJP ജയിച്ച ഈ 14 സെഗ്മെൻറ്റുകളിൽ കോൺഗ്രസ് വലിയ തോതിൽ വോട്ട് ഷെയർ വാരിക്കോരി എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് നാംഗ്ലോയ് ജാട്ടിലെ 32,000-ഓളം വോട്ടുകൾ കോൺഗ്രസ് വാരിയതും, കസ്തൂർബ നഗറിൽ 27,000 വോട്ടുകൾ കോൺഗ്രസ് നേടിയതും, ബാദിലിയിൽ 41,000-ലധികം വോട്ട്, മതിപ്പൂറിൽ 18,000 വോട്ടുകൾ നേടിയതും, സംഗം വിഹാറിൽ 15,000 വോട്ടുകൾ നേടിയതും ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. സംഗം വിഹാറിൽ BJP ജയിച്ചത് കേവലം 344 വോട്ടിനാണ് എന്നത് ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ BJPക്ക് ചെറിയ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസ് നല്ല രീതിയിൽ വോട്ട് ഷെയർ ഉയർത്തി എന്നുള്ളത് ആം ആദ്മിയുടെ പതനം വ്യക്തമാക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയായ ഷീലാ ദീക്ഷിതിൻ്റെ മകൻ മത്സരിച്ച ന്യൂഡൽഹി മണ്ഡലം, അവിടെയാണ് കെജ്രിവാൾ പരാജയപ്പെട്ടത്. മുൻ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന BJPയുടെ നേതാവായിരുന്ന ഡോക്ടർ സാഹിബ് സിംഗിൻ്റെ മകൻ പർവേസ് സിംഗാണ് കെജ്രിവാളിനെ 4,089 വോട്ടുകൾക്ക് തോൽപ്പിച്ചത്. വാസ്തവത്തിൽ കെജ്രിവാളിൻ്റെ പതനത്തിന് 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കാരണക്കാരായി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. കെജ്രിവാളിൻ്റെ പരാജയത്തോടു കൂടി ആം ആദ്മിയിൽ സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ തന്നെ കെജ്രിവാൾ ഇരുന്നപ്പോൾ ആം ആദ്മിയിലെ നിരവധിയായ MLA-മാർ BJPയിലേക്ക് രാജിവെച്ച് പോയ ഒരു സന്ദർഭമുണ്ടായിരുന്നു. അവരെ BJP അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുറച്ചുകൂടി ആഘാതമുണ്ടാക്കുന്ന തരത്തിൽ നിരവധിയായ മറ്റു നേതാക്കൾ കൂടി പോവുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഈ 22 MLA-മാരിൽ തന്നെ 10ഓളം MLA-മാർക്ക് താല്പര്യക്കുറവുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ആഘാതമുണ്ടാക്കാൻ പോകുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ കോൺഗ്രസ്സിന് വലിയ ആധിപത്യമാണ് ഇപ്പോൾ ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരെ മത്സരിച്ചിട്ടും കാര്യമായ വിജയം നേടിയെടുക്കാനോ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനോ കഴിഞ്ഞില്ല. വലിയ തകർച്ചയാണ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പറ്റിയതെങ്കിൽ അന്ന് ആം ആദ്മി 92ഓളം സീറ്റുകൾ തൂത്തുവാരി. എന്നാൽ അതേ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവാണ് ഇപ്പോൾ കാണുന്നത്. ആം ആദ്മിയിൽ ഭാഗവന്ത് സിംഗ് മാനിനെതിരെ നിരവധിയായ നേതാക്കൾ പരസ്യ പ്രസ്താവനയുമായി വരുന്നു. ആം ആദ്മിയുടെ പഞ്ചാബിലെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അങ്ങനെ സിഖ് വിഭാഗത്തിലുള്ളവർക്ക് തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നല്ല രീതിയിലുള്ള ഗവേണൻസ് കാഴ്ചവെക്കണം. ആം ആദ്മി ഇപ്പോൾ അങ്ങനെയല്ല, പടുകുഴിയിലാണ്. ഇത്തരം പ്രസ്താവനകളാണ് ഇപ്പോൾ അതിശക്തമാകുന്നത്. കെജ്രിവാൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഒന്നുകിൽ പഞ്ചാബിൽ ഇനി ശ്രദ്ധേയമായി കാര്യങ്ങൾ ചെലുത്താം, ഡൽഹിയിൽ ഇനി താൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു വിലയിരുത്തൽ. പഞ്ചാബിൽ നിന്ന് രാജ്യസഭാ സീറ്റിലേക്കുള്ള ഒഴിവിൽ ജയിക്കുകയോ അതല്ലെങ്കിൽ അവിടെ ഒഴിവരുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കുകയോ ചെയ്യാം. ഏത് വേണമെന്ന് തീരുമാനിക്കാനിരിക്കുമ്പോൾ വാസ്തവത്തിൽ 12 കൊല്ലങ്ങൾക്ക് മുമ്പ് 25,000-ലധികം വോട്ടുകൾക്ക് ഡൽഹിയിൽ വന്ന് ന്യൂഡൽഹി സീറ്റിൽ സിറ്റിംഗ് മുഖ്യമന്ത്രിയായ ഷീലാ ദീക്ഷിതിനെ തോൽപ്പിച്ച അതേ കെജ്രിവാൾ തോൽവിയുടെ രുചി അറിയുമ്പോൾ നാണക്കേടിൻ്റെ ഒരു വലിയ ഗർത്തത്തിൽ പെട്ടിരിക്കുകയാണ് കെജ്രിവാൾ.